നമസ്കാരം. കളി കണ്ട് നേരം പോയതേ അറിഞ്ഞില്ല. നിങ്ങളുടെ അവസ്ഥ അത് തന്നെയായിരിക്കും. വേൾഡ് കപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടാൻ പോവാണ്. പിന്നെ അടുത്ത സെമിയും ലൂസേഴ്സ് ഫൈനലും കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് ആദ്യ സെമി എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ അങ്ങ് മുറുകി നിൽക്കുകയാണ്. ഫ്രാൻസ് സ്പെയിനിനെ നേരിടുമ്പം അസാധാരണമായൊരു മത്സരം ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും സ്ഥിരതയുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ആരാണ് ജയിക്കുക എന്നുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട്. ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും ഉള്ളിലുണ്ടായിരുന്ന ഒരു ഉത്തരം ഫ്രാൻസാണ്. അത് ഏത് മത്സരത്തിലും കപ്പിലേക്ക് ഉയരുന്ന ഉത്തരമാണത്. എംബാപ്പയും സംഘവും ഇത്തവണ തീരുമാനിച്ചുറപ്പിച്ചാണ് വരവ് എന്ന് ഫ്രാൻസിൻ്റെ ഒരു കളിയെങ്കിലും കണ്ട് ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നീട് ഒരിക്കൽ പോലും ഒരു ടീമിനോട് പോലും അവർ പതറിയില്ല. ചെറുതായിട്ടൊന്ന് ഉലഞ്ഞത് പരാഗ്വയുമായുള്ള ആ കളിയിലാണ്. പരാഗ്വയുടെ ശാരീരിക ആക്രമണം വരെ എത്തിയ ഭ്രാന്തൻ ഫുട്ബോളിൽ ശരിക്കും ഫ്രാൻസ് തുലഞ്ഞു പോകേണ്ടതായിരുന്നു. എന്നാൽ എംബാപ്പെ അടക്കം ഫ്രാൻസ് ടീം ഒന്നാകെ കാണിച്ച സംയമനമാണ് അവരെ രക്ഷിച്ചത്. അതല്ലാതെ കളിയുടെ പേരിൽ അങ്കലാപ്പിലായ ഒരൊറ്റ മത്സരവുമില്ല. സമ്പൂർണ്ണ ആധിപത്യത്തിലാണ് ഫ്രാൻസ് സെമിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അവർ കപ്പ് നേടുമോ എന്നതൊരു സുപ്രധാന ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് സ്പെയിനിനോട് ജയിക്കുമോ എന്നതിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. ഞാൻ അർജന്റീനയുടെ കളി കാര്യമായിട്ട് കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ്. അവർ കപ്പെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട് മിക്കവാറും. അതിനുള്ള സാധ്യത സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ചില കളികളിൽ ചില പ്രകടനങ്ങളിലൊക്കെ നമ്മൾ നിരാശരാകുമ്പോഴും അവരുടെ മുന്നോട്ട് പോക്കിൽ വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ അവർ കാത്തുവെച്ചിട്ടുണ്ട് എന്ന് പല കളികളിലും, അതായത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകും എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കളികളിൽ പോലും അത് പ്രകടമായിരുന്നു. അതുകൊണ്ട് അതവിടെ നിൽക്കുന്നുണ്ട്. അത് ആഗ്രഹമായി നിൽക്കുമ്പോൾ തന്നെ ഫ്രാൻസിൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം വസ്തുനിഷ്ഠമായി വിലയിരുത്തുമ്പോൾ അവർക്കുള്ളൊരു സാധ്യത അവിടെ തുറന്നിട്ട് കിടക്കുകയാണ്. എവിടെ? കപ്പിലേക്കുള്ള സാധ്യത. സെമി ഫൈനലിലെ 4 ടീമിനും ആ കളികൾ കഴിയും വരെ ആ സാധ്യതയും ഉണ്ട് താനും. എന്നാൽ അതൊരു ആഗ്രഹം എന്ന നിലയിൽ അർജന്റീനയുടെ കാര്യത്തിൽ രൂഢമൂലമായിരിക്കുമ്പോഴും വസ്തുതാപരമായി നോക്കുമ്പോൾ ഫ്രാൻസിൻ്റെ സാധ്യതയ്ക്ക് വലിയ മുൻതൂക്കം നിലനിൽക്കുന്നുണ്ട്. അവരുടെ കളി മികവും സ്ഥിരതയും ഒക്കെ അതിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. സ്പെയിനിനോട് ഈ സെമി ഫൈനലിൽ അവർക്ക് ജയിക്കണമല്ലോ. സ്പെയിനിൻ്റെ സ്ഥിതിയോ? ഇതുപോലത്തെ സ്ഥിരതയുള്ളൊരു ടീമില്ല ഈ ടൂർണമെൻറ്റിൽ. ആ സ്പെയിനിനോടാണ് ഫ്രാൻസ് കളിക്കുന്നത്. ജയിക്കാനാവോ? ഈ ലോകകപ്പിൻ്റെ ആദ്യ സെമി ഫൈനലിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ വ്യാപകമായി വരുന്നും ഉണ്ട്. ഇരു ടീമുകളുടെയും സാധ്യതകൾ എന്താണ് എന്നിട്ട് ഒടുക്കം നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. ലോകകപ്പിൽ ഇതുവരെ മികച്ച പ്രതിരോധവും ആക്രമണവും ഒരുപോലെ പ്രകടിപ്പിച്ച 2 ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ഇത് വെറും സെമി ഫൈനൽ മാത്രമല്ല, യൂറോപ്യൻ ഫുട്ബോളിലെ പുതിയ അധ്യായം കുറിക്കുന്ന പോരാട്ടവും ആയി മാറുകയാണ്. സ്പെയിനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സ്പെയിൻ മിക്കവാറും ശാസ്ത്രീയമായിട്ടാണ് ഫുട്ബോൾ കളിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ ലാറ്റിൻ അമേരിക്കൻ കളിയോട് ഇഷ്ടമുള്ള നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ ചിലപ്പം മടുപ്പിക്കുന്ന കളിയായിട്ട് അതിനെ വ്യാഖ്യാനിച്ചേക്കും. പന്തടക്കത്തിലും പാസിംഗ് മികവിലും വിശ്വസിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ. ഫ്രാൻസ് വേഗതയിലും കൗണ്ടർ അറ്റാക്കുകളിലും വ്യക്തിഗത മികവിലും ആശ്രയിക്കുന്ന ടീമാണ്. 2 ശൈലികളുടെ ഏറ്റുമുട്ടലുകൾ ഈ കളിയിൽ നമുക്ക് കാണാൻ പറ്റും. ടിക്കി ടാക്ക എന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും എനിക്ക് പണ്ട് മുതലേ നേരത്തെ പറഞ്ഞല്ലോ ഈ പരിപാടിയോട് ഇഷ്ടം തോന്നിയിട്ടില്ല. അങ്ങനെ മുഴുവൻ സമയം ഇരുന്ന് കളി ഒരു ത്രില്ലിംഗ് സ്വഭാവത്തിൽ ആസ്വദിക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ മടുപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു എല്ലാവരും പറയാറുണ്ടല്ലോ. തുടങ്ങി അവസാനം വരെ പന്തും പിടിച്ചുള്ള തട്ടിക്കളി എന്നാണ് നമ്മൾ ചെറുപ്പത്തിലെല്ലാം പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് സ്പെയിനിന്. ഈ ലോകകപ്പിൽ സ്പെയിൻ പഴയ ടിക്കി ടാക്കയെ ആധുനിക ഫുട്ബോളുമായി ചേർത്ത് ആസ്വാദ്യകരമാക്കിയാണ് മുന്നേറുന്നത് എന്ന് പല വിദഗ്ധരും തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. നമുക്കും ചിലപ്പോഴൊക്കെ അത് അങ്ങനെ തോന്നാറുമുണ്ട്. അതിന് മാർക്കും ഇടാറുണ്ട്, നല്ല നിലയിലുള്ള മാർക്ക് ഇടാറുണ്ട്. അതിൻ്റേതായ ആരാധക സംഘവും സജീവമാണ്. അതിൻ്റെ ഗുണവും ഈ കളിയിൽ കാണാനുണ്ടായിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പന്തടക്കത്തിൽ വ്യക്തമായ ആധിപത്യം അവർ സ്ഥാപിച്ചു. നോക്കൗട്ടിലും അതേ മികവ് അവർ തുടർന്നു. തിരിച്ച് ഗോളടിക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും എല്ലാവരും തലകുത്തി കറങ്ങി പോവുകയാണ് ചെയ്തത്. സ്പെയിനിൻ്റെ ഗംഭീരമായ മധ്യനിര നിയന്ത്രണമാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകം. റോഡ്രി, പെഡ്രി, ഗാവി എന്നിവരുടെ സാന്നിധ്യം കളിയുടെ മൊത്തം സ്വഭാവം നിയന്ത്രിക്കുന്നു. പതിഞ്ഞ താളത്തിൽ കളിക്കുമ്പോൾ തന്നെ ആധിപത്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നു. വിങ്ങുകളിലെ വേഗം, നിക്കോ വില്യംസും യമാലും എതിർ പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിക്കുന്നു. കൂട്ടായ ആക്രമണം ഒരൊറ്റ താരത്തെ ആശ്രയിക്കാതെ നിരവധി താരങ്ങൾ ഗോളിലേക്ക് എത്തുന്ന മട്ടിലേക്കാണ് അവർ ചെയ്യാറുള്ളത്. പന്ത് നഷ്ടപ്പെട്ട ഉടൻ തിരികെ പിടിക്കുന്ന ഒരു ഹൈ പ്രസ് ശൈലി അവർക്കുണ്ട്. പലപ്പോഴും മറ്റ് ടീമുകൾക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഫ്രാൻസിന് പോലും, അർജന്റീന മുതൽ ഫ്രാൻസ് വരെയുള്ള ടീമുകളിലൊക്കെ ഒരാളെ ആശ്രയിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ടീമല്ല, അതൊരു കൂട്ടായ്മയുടെ മുന്നോട്ട് പോക്കാണ് അതിൽ കാണാൻ കഴിയുന്നത്. യമാലിനെ പോലെ അങ്ങനെ മികവ് പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരെ ആശ്രയിച്ച് മാത്രം, ഇന്നാളെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകണം എന്നുള്ള അവസ്ഥയില്ല. ഒപ്പം സ്പെയിനിന് മുന്നിൽ ആശങ്കകൾ ചില്ലറയല്ല എന്നുള്ളത് കൂടി നമ്മൾ കണക്കാക്കണം. ഫ്രാൻസാണ് അപ്പുറം. അതുകൊണ്ട്
നമുക്ക് എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് മുന്നിൽ ഉള്ള പ്രതിസന്ധികൾ എന്നുകൂടി നോക്കാം. പ്രതിരോധ നിരയ്ക്ക് പിന്നിലേക്ക് വരുന്ന വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകളാണ് പലരും ഈ കാര്യത്തിൽ പ്രശ്നങ്ങളായി ഉയർത്താറുള്ളത്. ഫിനിഷിങ്ങിലെ സ്ഥിരതക്കുറവുണ്ട് അവർക്ക്. വലിയ മത്സരങ്ങളിലെ സമ്മർദ്ദം യുവതാരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ചോദ്യം. ഏറ്റവും കൂടുതൽ യുവതാരങ്ങളുള്ള ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ. അതുകൊണ്ട് അവർക്ക് ഈ ലോകകപ്പിലെ ഒരു സെമി ഫൈനലിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം ചില്ലറയായിരിക്കില്ല. അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ്. ആക്രമണത്തിൻ്റെ ശക്തിയും അനുഭവത്തിൻ്റെ കരുത്തുമാണ് അപ്പുറത്ത് ഫ്രാൻസിനുള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ട സ്പെയിനിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഫ്രാൻസ് ഈ ലോകകപ്പിലും കിരീടത്തിലേക്കുള്ള സഞ്ചാരികൾ എന്ന പ്രഖ്യാപനവും പൊതുബോധവുമായിട്ടാണ് വന്നത്. മത്സരത്തിൻ്റെ നിയന്ത്രണം കൈവിട്ടാലും ഒരൊറ്റ കൗണ്ടർ അറ്റാക്കിലൂടെ കളിയുടെ ചിത്രം മാറ്റാൻ കഴിയുന്ന ടീമാണ് ദിദിയർ ദഷാംസിൻ്റേത് എന്നുള്ളതാണ്. കിലിയൻ എംബാപ്പയുടെ വേഗതയും ഗോൾ വേട്ടവും അവർക്ക് വലിയ മികവായി, അവർക്ക് വലിയ പോസിറ്റീവായി കൂടെയുള്ളതാണ്. മധ്യനിരയിൽ ശരീരശക്തിയും പന്ത് വീണ്ടെടുക്കാനുള്ള കഴിവും പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. സെറ്റ് പീസുകളിൽ അപകടകാരികളാകുന്ന സെൻട്രൽ ബാക്കുകൾ, നോക്കൌട്ട് മത്സരങ്ങളിലെ അനുഭവ സമ്പത്ത്. എന്നാൽ ഫ്രാൻസിനും വെല്ലുവിളികൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. സ്പെയിനിൻ്റെ നീണ്ട പാസിംഗ് ശൈലി ഫ്രാൻസിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിയേക്കാവുന്നതാണ്. പന്ത് കൈവശം വെക്കുന്നതിൽ ചിലപ്പോൾ ക്ഷമ ഫ്രാൻസിന് കുറയുന്നു. വിങ്ങുകളിലൂടെ സ്പെയിൻ നടത്തുന്ന പരീക്ഷണങ്ങൾ ഫ്രാൻസിൻ്റെ പ്രതിരോധത്തെ ഉലയ്ക്കാൻ പോകുന്നതായി മാറിയേക്കാം. പ്രധാനപ്പെട്ട താരങ്ങൾ തമ്മിലുള്ള പോരാട്ടം, അതിൽ കിലിയൻ എംബാപ്പെ സ്പാനിഷ് പ്രതിരോധത്തിൻ്റെ പ്രധാന കുന്തമുനയായി നിൽക്കും. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മുന്നേറ്റ താരങ്ങളിൽ ഒരാളാണ് എംബാപ്പെ. കിലിയൻ എംബാപ്പയുടെ സാന്നിധ്യം ഫ്രാൻസിന് സ്പാനിഷ് പ്രതിരോധത്തെ പൊളിക്കാൻ കെൽപ്പുള്ള ഒരായുധമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉള്ള മുന്നേറ്റത്തെ സ്പെയിൻ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് രണ്ട് ഫുട്ബോൾ രീതികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളതാണ്. മുന്നേറ്റ താരങ്ങളിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരികളിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് എംബാപ്പെ. സ്പെയിനിൻ്റെ പ്രതിരോധം അദ്ദേഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ മുന്നിൽ എംബാപ്പെ മറികടക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പുറത്ത് യമാല് ഫ്രാൻസിൻ്റെ കോട്ടയെ തകർക്കാൻ കെൽപ്പുള്ള ഒരാളാണ്. യുവതാരത്തിൻ്റെ വേഗവും ഫ്രാൻസിന് തലവേദനയാകുന്നതാണ്. കാരണം വേഗതയുടെ കാര്യത്തിലും കരുത്തിൻ്റെ കാര്യത്തിലും ഫ്രാൻസ് ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ യമാലിൻ്റെ ആ വരവ് തന്നെ ഫ്രാൻസിൻ്റെ പോയിന്റിൽ ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുമെന്ന് ഉറപ്പാണ്. ഒരു വശത്ത് നിക്കോ വില്യംസും അപ്പുറത്ത് യമാലും ഒരുമിച്ച് ആക്രമിച്ചാൽ ഫ്രഞ്ച് പ്രതിരോധം നിരന്തരമായി സമ്മർദ്ദത്തിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥയാവും. ഒപ്പം മധ്യനിരയിലെ പോരാട്ടം പ്രധാനമാണ്. റോഡ്രിയും പെഡ്രിയും കളിയുടെ മൊത്തത്തിലുള്ള രീതിയെ, താളത്തെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഫ്രാൻസ് അതിനെ ശാരീരിക കരുത്തുകൊണ്ടടക്കം നേരിടാൻ ശ്രമിക്കും. ഫ്രാൻസ് ശരീരം ഗംഭീരാണെങ്കിലും അങ്ങനെ അതുകൊണ്ട് ഫൗൾ ചെയ്യുന്ന ടീമല്ല എന്ന് നമുക്ക് ഇതുവരെയുള്ള കളികൾ കൊണ്ട് അറിയാം. പരാഗ്വയുടെ മത്സരം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. പക്ഷേ അതിനപ്പുറത്ത് അവരെ ആ മട്ടിൽ ഇങ്ങോട്ട് നിയന്ത്രിക്കാൻ പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമേ കഴിയാറുള്ളൂ അവരുടെ ശാരീരിക കരുത്തിൻ്റെ ബലത്തിൽ. അതുകൊണ്ട് സ്പെയിൻ പൊതുവെ അങ്ങനെ അതിനുള്ള സാധ്യതയും സ്പെയിനിന് കുറവാണ്. ശാരീരിക മികവിൽ സ്പെയിൻ ലേശം ഫ്രാൻസിനെ സംബന്ധിച്ച് പിന്നിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും പന്തടക്കത്തിലൂടെ ഫ്രാൻസിനെ ക്ഷീണിപ്പിക്കാൻ സ്പെയിൻ ശ്രമിക്കും. അതിനൊരു പരിധിവരെ അവർക്ക് കഴിയും. അവരുടെ ശൈലി വെച്ചിട്ട് ഫ്രാൻസ് ഓടി തളരട്ടെ എന്നതായിരിക്കും അവരുടെ തന്ത്രം. ചെറിയ പാസുകളിലൂടെ അങ്ങനെ നിരന്തരം തുടർന്ന് ആവശ്യത്തിന് ഉള്ള അനിവാര്യമായ ഘട്ടങ്ങളിൽ പ്രതിരോധം തുറക്കുക, അങ്ങനെ ആ ഗ്യാപ്പിലൂടെ ഗോളിലേക്ക് കടക്കുക, കൗണ്ടർ തടയാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരിക്കും സ്പെയിനിൻ്റെ ശൈലി. ഫ്രാൻസ് ആണെങ്കിൽ പ്രതിരോധം ഉറപ്പിച്ച് കൗണ്ടർ അറ്റാക്ക് നടത്തുക. കൗണ്ടർ അറ്റാക്കാണ് അവരുടെ പ്രധാനപ്പെട്ട രീതി. ഇങ്ങോട്ട് ഗോളടിക്കുന്നത് തടഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അങ്ങോട്ടടിക്കുക എന്നുള്ളതാണ്. എംബാപ്പയ്ക്ക് എപ്പോഴും അതിനുള്ള സാഹചര്യം ഫ്രഞ്ച് സംഘം സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ആ സെറ്റ് പീസുകളൊക്കെ പരമാവധി അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ശാരീരിക ശക്തി കൊണ്ട് സ്പാനിഷ് മധ്യനിരയെ നിയന്ത്രിക്കാനുള്ള മേധാവിത്വവും ഫ്രാൻസിന് ഉണ്ട് എന്നുള്ളതാണ്. ആദ്യ ഗോൾ നേടുന്ന ടീം എന്തായാലും സ്വാഭാവികമായും മാനസിക മുൻതൂക്കം നേടും. മധ്യനിരയിലെ നിയന്ത്രണമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. കൗണ്ടർ അറ്റാക്ക് പ്രതിരോധിക്കുന്ന ടീമിന് വലിയ നേട്ടവും ഉണ്ടാകും. പകരക്കാരുടെ പ്രകടനം നിർണായകമാകും. ഇപ്പോൾ ഈ ലോകകപ്പിൻ്റെ ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് പകരക്കാർ വന്ന് ഗോളടിച്ചിട്ട് ടീമിനെ ജയിപ്പിക്കുന്ന കളികളാണ് മിക്കവാറും. ഫ്രാൻസിനൊക്കെ അതിനുള്ള സാധ്യതയുണ്ട്. സ്പെയിനിനും അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിൽ ആര് ജയിക്കും എന്നത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളും അടുത്തതായി നടക്കുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഇനി അവസാന ഭാഗമായി അത് നോക്കാം. ഭൂരിഭാഗം പേരും പ്രവചിക്കുന്നത് ഫ്രാൻസിൻ്റെ വിജയം തന്നെയാണ്. ലോകം ശ്രദ്ധിക്കുന്ന ഒരു 3 പ്രവചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നിലവിലെ വിലയിരുത്തലുകളിൽ 3 ഒന്ന് ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെതാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രവചനമാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഒപ്റ്റ സ്പോർട്സിൻ്റെ സ്പോർട്സ് പ്രെഡിക്ഷൻ മോഡലാണത്. ഒപ്റ്റ പറയുന്നത് ഇങ്ങനെയാണ്: ഫ്രാൻസ്
90 മിനിറ്റിനുള്ളിൽ ജയിക്കാനുള്ള സാധ്യത 42.1 അതായത് മുഴുവൻ സമയം കൊണ്ട് ജയിക്കാൻ ഫ്രാൻസിനുള്ള സാധ്യത 42.1. സ്പെയിൻ അതിനിടയിൽ 31.8% സാധ്യതയുള്ളൂ. അധിക സമയത്തിലേക്ക് നീണ്ടാൽ അല്ലെങ്കിൽ പെനാൾട്ടിയിലേക്കോ പോയാൽ 26.1% ഫ്രാൻസിനാണ്. അതായത് ഫ്രാൻസിനാണ് മുൻതൂക്കം എന്ന്. ഇനി സ്പോർട്സ് ബെറ്റിംഗ് റിസർച്ച് പ്ലാറ്റ്ഫോമായ ഓഡ്സ് ചെക്കറിൻ്റെ പ്രവചനം നോക്കാം. അവരുടെ പ്രവചന പ്രകാരം ഫ്രാൻസ് 47.48% വിജയസാധ്യതയുള്ള ടീമാണ്. സ്പെയിനിന് 27.28% മാത്രമാണ് സാധ്യത. അവിടെയും ഫ്രാൻസിനാണ് മുൻതൂക്കമുള്ളത്. മൂന്നാമതായി നമ്മൾ നോക്കുന്നത് സ്ക്വാവക്ക മോഡലാണ്. ജനപ്രിയ ഫുട്ബോൾ വെബ്സൈറ്റായ സ്ക്വാവക്കയുടെ വിലയിരുത്തൽ പ്രകാരം സ്പെയിനിനാണ് മുൻതൂക്കം. ഇതുവരെ കണ്ടതിൽ ആകപ്പാടെ സ്പെയിനിന് മുൻതൂക്കം നൽകുന്ന ഒരേ ഒരു പ്രവചനം അവരുടേതാണ്, സ്ക്വാവക്കയുടേതാണ്. സ്പെയിൻ 51% ജയിക്കുമെന്നാണ് അവർ പറയുന്നത്. ഫ്രാൻസിന് 49% ഉള്ളൂ എന്നാണ് സ്ക്വാവക്ക പറയുന്നത്. ആകപ്പാടെ നോക്കിയാൽ ഫ്രാൻസിൻ്റെ ഇതുവരെയുള്ള കൊടുങ്കാറ്റിന് സമാനമായ പോക്കിനെ ബലപ്പെടുത്തും മട്ടിൽ അവർക്ക് തന്നെയാണ് ഭൂരിഭാഗവും വിജയസാധ്യത പ്രവചിക്കുന്നത്. സ്പെയിനിനും കാര്യമായ തിരിച്ചടി ഉണ്ടായിട്ടില്ല മുൻ മത്സരങ്ങളിൽ എന്നത് ഒരു വസ്തുതയായി അവിടെ കിടപ്പുണ്ട്. അവരുടെ വരവ് ഫ്രാൻസിനോട് കിടപിടിക്കുന്നതല്ലെങ്കിലും സ്ഥിരതയും ജയവും അല്ലെങ്കിൽ തിരിച്ചടി ഏൽക്കാത്ത പരിക്കില്ലാത്ത മുന്നേറ്റവും അവരുടെ കളിയുടെ ഈ ടൂർണമെൻറ്റിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും നമ്മളൊന്നും ആധികാരികമായി പ്രവചിക്കാൻ ആളല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ഫ്രാൻസിൻ്റെ മുന്നേറ്റം തന്നെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അവർ കപ്പ് വരെ അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ ഫുട്ബോളാണ്. വസ്തുതകളും മുൻ പ്രകടനങ്ങളും മാത്രമല്ല ഫുട്ബോളിൽ മുൻതൂക്കം അല്ലെങ്കിൽ വിജയം പ്രവചിക്കാനുള്ള അടിത്തറ. പ്രത്യേകിച്ചും ലോകകപ്പിൽ അന്നന്നത്തെ ആ സമയത്തെ പ്രകടനങ്ങളും അപ്പപ്പോഴുള്ള ആത്മവിശ്വാസവും അവരിൽ ഉള്ളിൽ ഇരിക്കുന്ന പ്രതിഭയുടെ അവസരോചിതമായ പുറത്തെടുക്കലും ആണ്. അതാണ് ടീമിനെ മുന്നിലേക്ക് വിജയത്തിലേക്ക് നയിക്കുക. അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷത്തിൽ മറ്റരാശിയെ തലകൊണ്ടിടിച്ച് സിദാൻ തൊലച്ചു കളഞ്ഞ ഫ്രാൻസിൻ്റെ ചരിത്രം പോലെയാകാനും മതി. ആരായാലും ജയിക്കും. ആത്യന്തികമായി ഫുട്ബോൾ ജയിക്കും. ഫുട്ബോളിൻ്റെ സാഹോദര്യം വിജയിക്കും. നന്ദി, നമസ്കാരം.